ഡിവൈഎഫ്ഐയുടെയും CITUടെയും ആഭിമുഖ്യത്തിൽ സഖാബ് അഭിലാഷ് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് മുനമ്പം അയ്യാർ വളവിൽ അനുസ്മരണ സമ്മേളനം നടന്നു. വൈകിട്ട് 5 മണിക്ക് കച്ചേരിപ്പടി മൈതാനത്ത് നിന്ന് മുനമ്പം അയ്യാർ വളവ് വരെ പ്രകടനം നടന്നു. അതിനുശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അമൽരാജ് CR അധ്യക്ഷത വഹിച്ചു. നിഷിൽ രാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അനുശ്രീ കോലത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPIM വൈപ്പിൻ ഏരിയ സെക്രട്ടറി AP പ്രിനിൽ, AK ഗിരീഷ്, EC ശിവദാസ്, KV നീച്ചിൽ, NS സൂര്യ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. SLCക്ക് ഫുൾ A+ നേടിയ 28 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും നൽകി. കച്ചേരിപ്പടി ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു. തുടർന്ന് ആഷിഖ് നന്ദിയും പറഞ്ഞു. എറണാകുളം ജില്ല തൊഴിലാളികളുടെ പോരാട്ടത്തിൽ ഉജ്ജ്വലമായ പങ്ക് വഹിച്ചിട്ടുള്ള ജില്ലയാണ്. മട്ടാഞ്ചേരി പോലെയുള്ള നിരവധിയായിട്ടുള്ള തൊഴിലാളികളുടെ വിപ്ലവ പോരാട്ടത്തിന്റെ ഭൂമിയായി എറണാകുളം ജില്ല മാറിയിട്ടുണ്ട് എന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിനകത്തുള്ള തൊഴിലാളികൾക്ക് ആത്മാഭിമാനത്തോടു കൂടി തൊഴിലെടുക്കാൻ സാധിക്കണമെന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അഭിലാഷ് ഉൾപ്പെടെയുള്ള സഖാക്കൾ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അന്ന് തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കുന്നതിന് ഭീഷണിയായി നിന്നിരുന്ന വർഗീയവാദികളോട് ചോദ്യം ചോദിക്കാനും തയ്യാറായിട്ടുള്ളത്. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാർ പഴി കേൾക്കേണ്ടി വരുന്നത് പോലെ അഭിലാഷിന്റെ രക്തസാക്ഷിത്വത്തെ പോലും അപകീർത്തിപ്പെടുത്താൻ വലതുമാധ്യമങ്ങൾ ശ്രമിച്ചതിന് നാം സാക്ഷികളായിട്ടുണ്ട്. സംഘപരിവാറിന്റെ ക്രിമിനലുകൾ കൊലപ്പെടുത്തിയ ഈ നാടിനകത്തുള്ള ചെറുപ്പക്കാരൻ ജീവിതാവസാനം വരെയും മുദ്രാവാക്യം വിളിച്ചത് ഈ നാടിനകത്തുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് പകരം അതൊരു തമ്മിലടിയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമാണെന്ന് പറയാൻ വരെ നിറകെട്ട മാധ്യമങ്ങളും വലതുവാദികളും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവിക്കാൻ മഷി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി മാധ്യമമുറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മറ്റൊരു രക്തസാക്ഷി ദിനം കൂടി കടന്നു വരുന്നത്. സംഘപരിവാറിന്റെ ജനവിരുദ്ധമായ നയങ്ങളെ പറ്റി സവിസ്തരമായിട്ടൊന്നും വീണ്ടും പറഞ്ഞു പോകേണ്ടതായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വീണ്ടും പറഞ്ഞു പോകേണ്ടതായിട്ടില്ല. ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവിക്കാൻ സമരം ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിട്ട് നാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഭയമില്ലാതൊരു പകലിനും മുറിഞ്ഞു പോകാതൊരു രാത്രിക്കും മതം മാനദണ്ഡമാകുന്ന രാജ്യത്തിൽ മുദ്രാവാക്യം വിളിക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ലെന്ന തിരിച്ചറിവിന്റെ ഭാഗമായി സംഘടനാ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഈ കെട്ട കാലത്ത് സംഘപരിവാർ എന്താണെന്ന് നാടിനകത്തുള്ള ജനങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കാൻ അഭിലാഷിനെ പോലെയുള്ള രക്തസാക്ഷികളുടെ അനുഭവം നാം മുതൽക്കൂട്ടായി ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ടത്, ഞാനൊക്കെ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ സഖാവ് അഭിലാഷിനെ തന്റെ സുഹൃത്തിനോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് അക്രമകാരികൾ വാഹനമിടിച്ച് ആക്രമിച്ച് പിന്നാലെ പോയി വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തെ പോലും, ഏകപക്ഷീയമായ ആ കൊലപാതകത്തെ, അക്രമത്തെ പോലും തീർത്തും രണ്ട് അക്രമ സംഘങ്ങളുടെ തമ്മിലടിയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകം എന്ന തരത്തിലേക്ക് എഴുതാൻ മടിയില്ലാത്തവരെ നാം തുറന്ന സത്യങ്ങൾ കൊണ്ട് വിമർശിക്കാനും അവരെ ചോദ്യം ചെയ്യാനും തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഞാൻ മട്ടാഞ്ചേരിയുടെ ചരിത്രം പറഞ്ഞു, അല്ലെങ്കിൽ കേരളത്തിലെമ്പാടുമുള്ള തൊഴിലാളികളുടെ സമര ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ സഖാക്കളും ഈ നാടിനകത്തുള്ള പൊരുതുന്ന വിദ്യാർത്ഥികളുടെ സംഘടനകളൊക്കെയും ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികളുടെ വിമോചന പോരാട്ടത്തിന്റെ മുൻനിര പോരാളികളായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. മട്ടാഞ്ചേരിയുടെ മുദ്രാവാക്യം മനുഷ്യരുള്ള കാലത്തോളം തൊഴിലാളികളുടെ പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്ന മുദ്രാവാക്യമാണ്. കാട്ടാളന്മാർ നാടുഭരിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ എന്നുള്ള ഉജ്ജ്വലമായ മുദ്രാവാക്യം കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികളുടെ ആവേശ ഉജ്ജ്വലമായ മുദ്രാവാക്യമായി ലോകം അടയാളപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ വിമോചന സ്വപ്നങ്ങളെ ഹൃദയവികാരം പോലെ ചേർത്ത് വെച്ച് പൊരുതുന്നത് കൊണ്ടാണ് നമുക്ക് വർഗീയവാദികളോട് സന്ധിയില്ലാതെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഞാനിത് പറയുമ്പോൾ ഇന്ന് പ്രിയപ്പെട്ട സഖാവ് നായനാറിന്റെ കൂടി ഓർമ്മ ദിനമാണ് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തൊഴിലാളികളുടെ സമരവുമൊക്കെ ഈ നാടിനെ എങ്ങനെയാണ് ഉഴുതുമറിച്ചത് എന്ന ചരിത്രം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നാം ഇന്നത്തെ രാഷ്ട്രീയം പറയാൻ തയ്യാറാവേണ്ടത്. EMS നേതൃത്വം കൊടുത്ത് പിന്നീട് ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളൊക്കെയും നടപ്പിലാക്കിയിട്ടുള്ള
കേരളത്തിലെ ജനങ്ങൾക്ക് ആത്മാഭിമാനമുള്ള ഒരു ജീവിതം സമ്മാനിച്ച കേരള മാതൃകയുടെ ചരിത്രത്തെ പറ്റി ഏറ്റവും നന്നായി മനസ്സിലാക്കിക്കൊണ്ടും ആ മാതൃകയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിന് വേണ്ടി തൊഴിലാളികൾ നടത്തിയ തീക്ഷ്ണമായ സമരത്തെ പറ്റിയും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ സവിസ്തരായിട്ട് ആ വശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തൊഴിലാളികളുടെ സമര ചരിത്രം കേവലം ഈ പരിപാടികൾ കൊണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഈ സന്ധ്യാസമയം പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായിട്ടുള്ള രക്തസാക്ഷി ഗ്രാമങ്ങളുടെ ചരിത്രം, ആ പോരാട്ടം നമുക്ക് ആവർത്തിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഭിലാഷും ആ കൂട്ടത്തിലെ ഉജ്ജ്വലനായ പോരാളി എന്ന് ആവർത്തിച്ച് പറയേണ്ടത് പേറുന്നത് ആ കുഞ്ഞ് മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. ലോകത്തിലെ എല്ലാ അമ്മമാരും, ഭൂരിഭാഗം അമ്മമാരും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തങ്ങൾക്ക് ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഓരോ ദിവസവും ഗർഭകാലത്ത് നീക്കിയിരുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ വിങ്ങലായി ഒരു ഗർഭിണിയുടെ നിലവിളി, ബിൽക്കിസ് ബാനുവിനെ പോലുള്ള ഗർഭിണിമാരുടെ നിലവിളി രാജ്യത്ത് ഉയർന്നു വരുന്ന കാലത്ത് അങ്ങനെ കണ്ട് വേദനയോട് കൂടിയിട്ട് മലയാളത്തിന്റെ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി വെച്ചു: ലോകത്ത് ഏതെങ്കിലും ഒരു അമ്മ തന്റെ മകനെ ചിതയിലേക്ക് പ്രസവിച്ചിട്ടുണ്ടാകുമോ? ദാ ഗുജറാത്ത് നോക്കണം നിങ്ങൾ. ജനിക്കുന്നതിനേക്കാൾ മുമ്പേ മരിച്ചു പോവേണ്ടി വന്ന കുഞ്ഞുങ്ങളെ ആ നാട് കാണിച്ചു തരുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തി പുറത്തെടുത്ത അനുഭവത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് സമാധാനത്തോടുകൂടി ജനിച്ചു വീഴാൻ പറ്റാതെ ഇടമായിട്ട് ഇന്ത്യ മാറുന്നു. ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ മുമ്പേ മരിച്ചു പോയിട്ടുണ്ടാകുമോ എന്നാ ആദ്യത്തെ വരിയിൽ ചോദിക്കുന്നത്. രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു നിലവിളി ഉയരുന്നതിനേക്കാൾ മുമ്പേ ചാരമായിട്ടുണ്ടാകുമോ? എന്താ കാരണം? നമ്മളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുമ്പോ ഉറക്ക കരയുന്നത് കേൾക്കും ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാ. ആരെങ്കിലും അത് കേൾക്കും, ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ഒക്കെ കടന്നു വരുന്നുള്ള പ്രതീക്ഷയില്ല. അവിടെയും മാഷ് എഴുതി വെക്കുന്നുണ്ട്, ആ സംസ്ഥാനത്തിന്റെ ഭരണാധികാരി തന്നെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന കെട്ടകാഴ്ച കണ്ടിട്ട് ചോദിച്ചു, ഏതെങ്കിലും ഒരു നിലവിളി ഉയരുന്നതിനേക്കാൾ മുമ്പേ ചാരമായിട്ടുണ്ടാകും. ഈ കുഞ്ഞുൾപ്പെടെ കരയുന്നതിനേക്കാൾ മുമ്പേ, നിലവിളിക്കുന്നതിനേക്കാൾ മുമ്പേ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന അനുഭവത്തെ പറ്റി അദ്ദേഹം എഴുതി വെച്ചു. ആ കവിതയുടെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും ലളിതമായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ വേദനയെ പറ്റി എഴുതി വെച്ചു: നിന്നെ പിറക്കാൻ അനുവദിക്കാതെ മണ്ണിൽ ഇനി എനിക്കൊരു ജന്മം വേണ്ട. നമ്മളൊക്കെ ചിലപ്പം പറയും, അടുത്ത ജന്മത്തിൽ ഇവിടെ തന്നെ ജനിക്കണം, ഇങ്ങനെ ജനിക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും. അവിടെയും മാഷ് എഴുതി വെച്ചു, ഈ നാട്ടിൽ ഒരു കുഞ്ഞിന് സമാധാനത്തോടുകൂടി ജനിച്ചു വീഴാൻ സാധ്യമാവാതെ ഈ നാട്ടിൽ ഇനിയൊരു ജന്മം വേണ്ട. അമ്മമാരെ, നിങ്ങൾ ഇനി പ്രസവിക്കരുതേ. കവിത ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: അമ്മമാരെ, നിങ്ങൾ ഇനി പ്രസവിക്കരുതേ. അതായത് ഇന്ത്യ എന്ന രാജ്യത്ത് നിഷ്കളങ്കരായ അമ്മമാരെ നിങ്ങൾ ഇനി പ്രസവിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വർഗീയ വിദ്വേഷത്തിന്റെ, അപരമത വിദ്വേഷത്തിന്റെ ആയുധം പേറിക്കൊണ്ട് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് കാണേണ്ടി വരും. ഇതാണ് രാജ്യത്തിന്റെ സ്ഥിതിയെങ്കിൽ അങ്ങനെ ഒരു തലമുറ ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വേദനയോടുകൂടി എഴുതി വെച്ച കവികൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. ഇപ്പൊ ഗുജറാത്ത് കലാപത്തിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേ അനുഭവം തന്നെയാണ് പെഹൽഗാമിലും നാം കഴിഞ്ഞ ദിവസം കണ്ടുപോയിട്ടുള്ളത്. കാശ്മീർ താഴ്വരയിൽ ഒരു കൂട്ടം മനുഷ്യരുടെ നിലവിളി കണ്ട് വേദനയോടുകൂടി ഭയപ്പാടോടുകൂടിയിട്ട് ആ വാർത്ത വായിച്ചു തീർത്തവരാ നമ്മൾ ഓരോരുത്തരും. ഞാനിത് പറയാൻ കാരണം, വർഗീയത ഏത് മതത്തിന്റെ പേരിലായിരുന്നാലും ആ മതത്തെ രാഷ്ട്രീയ ലാഭത്തിന് വിനിയോഗിക്കുന്ന വർഗീയവാദികളെ നാം നാട്ടിൽ നിന്നും തുരത്തേണ്ടതായിട്ടുണ്ട്. പെഹൽഗാമിൽ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ ഗുജറാത്ത് കാണിച്ചു തന്നത് ഭൂരിപക്ഷ വർഗീയതയായിരുന്നു. ഇത് രണ്ടും നാടിനാപത്താണെന്ന് പറയാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഏത് മതവും മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് ഈ നാടിനോട് പറയാൻ നാം തയ്യാറാവേണ്ടതായിട്ടുണ്ട്. എന്താ ക്രിസ്തു മതം? എന്നേക്കാൾ നന്നായി ആ മതത്തെ പറ്റി, ആ മതത്തിന്റെ എല്ലാ വശങ്ങളെയും പറ്റി അറിയുന്ന നിങ്ങളോട് ഞാനത് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. ലോകത്ത് മറ്റേതെങ്കിലും മതം മനുഷ്യ സ്നേഹത്തെ പറ്റി, സഹനത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ലോകത്തുള്ള മനുഷ്യനോട് സഹനത്തിന്റെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മതം, മനുഷ്യനെ സ്നേഹിക്കാനും കരുണയോടുകൂടി ജീവിക്കാനും പഠിപ്പിച്ച മതം, യാതനയുടെ വേദനയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന മതം, എല്ലാവരെയും ചേർത്ത് നിർത്താൻ പഠിപ്പിച്ചു തന്ന മതം എന്താ? ഹിന്ദുമതം. ഹിന്ദുമതത്തെ പറ്റി ചിക്കാഗോയിൽ വിവേകാനന്ദൻ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. സംഘപരിവാറിന്റെ പ്രവർത്തകർ ഈ നാട്ടിൽ വന്ന് വർഗീയവാദം വിളമ്പുമ്പോ ചരിത്രം പറഞ്ഞ് അത് തിരുത്താൻ നമുക്ക് പറ്റണം. എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സഹോദരന്മാരെ എന്ന് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ വെച്ച് എല്ലാ മതത്തെയും ആരാധിക്കാനും ബഹുമാനിക്കാനും വിശ്വസിക്കാനും പഠിപ്പിക്കുന്ന മതമാണ് എന്റെ ഹിന്ദു ദർശനം എന്നാണ്
അന്നത്തെ പ്രസംഗത്തിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ലോകത്തിലെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഹിന്ദു ദർശനം എന്ന് പറയുമ്പോൾ അതേ മതത്തെ ഈ നാടിനകത്തുള്ള വർഗീയവാദികൾ ദുരുപയോഗം ചെയ്യുന്നു. ഗാന്ധിജി ഉൾപ്പെടെ വിശ്വസിച്ചിരുന്ന ദർശനത്തെ ഈ നാടിനകത്തുള്ള ഒരു കൂട്ടത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന കാഴ്ച നമ്മൾ ഇന്ന് കാണുന്നു. എന്റെ മതമുണ്ട്, നിനക്ക് നിന്റെ മതമുണ്ട്, നമുക്കൊക്കെ നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? നിങ്ങളൊരാൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഒരു പേനാക്കത്തി ഉണ്ടെന്ന് കരുതുക. പേനാക്കത്തിയുടെ മുനയുള്ള ഭാഗം നിന്റെ കയ്യിൽ തന്നെ, നിന്റെ ഉള്ളം കൈയുടെ ഭാഗത്ത് തന്നെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം. നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് കൂടി ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന മതം. അതായത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന നിന്റെ വീടിന്റെ അയൽവക്കത്തുള്ള മുസ്ലിം എന്നല്ല, മറിച്ച് നിന്റെ വീടിന്റെ അയൽവക്കത്തുകാരനായ ഏത് മതവിശ്വാസിയും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന് കൂടി നിന്റെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നീ ഒരു നല്ല ഇസ്ലാം മത വിശ്വാസിയാകുള്ളൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. എന്നാൽ ഇസ്ലാം മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാം രാഷ്ട്രം വേണമെന്ന് പറയുന്ന SDPI പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. RSSനെ പോലെ ഈ നാടിനകത്ത് ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിലരൊക്കെ നമ്മളെ നോക്കി പരിഹസിക്കും, ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അല്ലെങ്കിൽ പെഹലിരുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയായ കമ്മ്യൂണിസ്റ്റുകാരന്റെ പേരായ UK കുഞ്ഞിരാമൻ. അതായത് ഹിന്ദുവായ ഒരു മനുഷ്യൻ പള്ളി തകരാതിരിക്കാൻ അവിടെ കാവലിരുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാവുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട് മാറിയത്. ഈ നാടിനകത്ത് വർഗീയ കലാപം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിന് കാവലിരുന്നത് എന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനിത് പറയാൻ കാരണം തലശ്ശേരിയിൽ 3 കൊല്ലം മാനവികമായിട്ടൊരു മുദ്രാവാക്യമുണ്ട്. UK കുഞ്ഞിരാമന്റെ രക്തസാക്ഷിത്വത്തിൽ അഭിമാനിക്കുന്ന ഞങ്ങൾ തലശ്ശേരിക്കാരുടെ ഇടയിലൂടെ സംഘപരിവാറിന്റെ ക്രിമിനലുകൾ 3 കൊല്ലം മുമ്പ് വിളിച്ചൊരു മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: 5 നേരം നിസ്കരിക്കും, പള്ളികളൊന്നും കാണില്ല, ബാങ്ക് വിളിയും കേൾക്കില്ല, ജയ് ജയ് ഭാരത് മാത. നോക്കണം, ഈ നാടിന് വർഗീയ കലാപം ഈ നാടിനകത്ത് വരാൻ വേണ്ടി പാടില്ലെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി പൊരുതി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്ന് പറഞ്ഞ 1000 രക്തസാക്ഷികളുടെ മണ്ണിലൂടെ വർഗീയവാദികൾ പട്ടാപ്പകൽ ഇങ്ങനൊരു മുദ്രാവാക്യം വിളിച്ച് കടന്നുപോയി. ഞങ്ങളൊക്കെ അമ്പരന്ന് പോയി. എന്റെ നാടിന് ഇതെന്തു പറ്റിയെന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെയും വന്ന് ആകുലത പ്രകടിപ്പിച്ചു. പള്ളി പൊളിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് എന്നായിരുന്നു പട്ടാപ്പകല് RSSകാരെന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ആ വേദന മാറുന്നതിനേക്കാൾ മുമ്പേ ആലപ്പുഴയിൽ നിന്നൊരു മറുപടി മുദ്രാവാക്യം ഞങ്ങൾക്കന്ന് കേൾക്കേണ്ടി വന്നു. ആലപ്പുഴയിൽ SDPIയുടെ സംഘടനാ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ഒരു റാലിയുടെ ഭാഗമായി ഒരു പിതാവ് മകനെ തോളിലിരുത്തിയിട്ട് അവനോട് മുദ്രാവാക്യം വിളിക്കാൻ പറയുന്ന ഒരു കാഴ്ച പത്രമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ കേട്ടു. മണിക്കൂറുകൾ തികയും മുമ്പേ ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: മകനോട് അവന്റെ ഉപ്പ മുദ്രാവാക്യം വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഉപ്പ വിളിക്കും, മോനേറ്റ് വിളിക്കണം എന്ന് പറയുന്നുണ്ട്. വിളിച്ച മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: പള്ളി പൊളിച്ചത് വധിക്കാൻ ഞമ്മൾ വരുന്നുണ്ട്. ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ കയ്യിലെ കുന്തിരിക്കം കരുതി വെച്ചോ, പള്ളി പൊളിച്ചത് ചോദിക്കാൻ ഞമ്മൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മളെ ബാധിക്കില്ലെന്ന് കരുതുന്ന രാഷ്ട്രീയ ബുദ്ധിജീവികൾക്കിടയിലൂടെ ആ മുദ്രാവാക്യങ്ങൾ കടന്നുപോയി. അവിടെയാണ് ആവർത്തിച്ച് നാം വർഗീയതയെ തുരത്താൻ, മതം പഠിപ്പിച്ചു തരുന്ന മനുഷ്യ സ്നേഹത്തെ കൈമുതലാക്കിക്കൊണ്ട് മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ മറ്റു ചരിത്ര സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. ബാലസംഘം ഈ നാട്ടിൽ വഹിച്ച പങ്കിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ വർഗീയ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യം പഠിപ്പിച്ചു കൊടുക്കുന്ന കാലത്താണ് പഠിച്ച് ഞങ്ങൾ നല്ലവരാകും, ജയിച്ച് ഞങ്ങൾ മുന്നേറും, പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകമെന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നാം ബാലസംഘത്തിലൂടെ നേതൃത്വം കൊടുക്കുന്നത്. അതായത് പള്ളി പൊളിക്കാൻ സംഘപരിവാറിന്റെ ക്രിമിനലുകൾ വരുമ്പോ പള്ളി പൊളിച്ചത് ചോദിക്കാൻ കുന്തിരിക്കം കരുതി വെച്ചോ എന്നുള്ള ഭീഷണി മുദ്രാവാക്യവുമായി ഇതര വർഗീയവാദികൾ വരുമ്പോ ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങൾ വളരുന്നത് ഈ ഭാരതത്തെ സമത്വ സുന്ദരമായ ഒരു നവലോകമാക്കി മാറ്റാനാണെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ഈ നാടിനോട് പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമുക്കിവിടെ പാകപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. പിന്നെയും പിന്നെയും എത്ര അനുഭവങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരേണ്ടതായിട്ടില്ല. EMS ആണ് ഐക്യ കേരളത്തിലേക്കുള്ള യാത്രയെ ഏറ്റവും സുന്ദരമാക്കിയ ഭരണാധികാരി.
CJ തോമസ് എഴുതി വെക്കുന്നുണ്ട് EMSനെ പറ്റി. അതായത് ഐക്യ കേരളം ഏതെങ്കിലും പരശുരാമന്റെ മഴുവിന്റെ തുമ്പത്ത് നിന്ന് ആരംഭിച്ചതല്ല, മറിച്ച് നമ്പൂതിരിപ്പാടിന്റെ ഇല്ലത്തിന്റെ പടിക്കൽ നിന്നാണ് ആ യാത്ര പുറപ്പെടുന്നത് എന്ന് എഴുതി വെക്കുന്നുണ്ട്. അതായത് മലയാളിക്ക് ആത്മാഭിമാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം, കേരളത്തിലെ ജനങ്ങൾക്ക് കേരള മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന അനുഭവം സമ്മാനിച്ച സർക്കാർ. ആ സർക്കാരിന് 2.5 വർഷത്തിൽ താഴെ മാത്രമേ ഭരണം സാധ്യമായിട്ടുള്ളൂ എന്നുള്ളത് നമ്മുടെ മറ്റൊരു ചരിത്ര സംഭവം. കോൺഗ്രസുകാർക്ക് ഈ നാട്ടിനകത്തുണ്ട്. അവർ നടത്തിയ വിമോചന സമരത്തിന്റെ കാപട്യത്തെ പറ്റിയും നാം പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സമരങ്ങൾ സംഘടിപ്പിച്ച ജനകീയ സർക്കാരിനെ താഴെയിറക്കുന്ന അനുഭവം കേരളം കണ്ടുപോയിട്ടുണ്ട്. വലതു പത്രമാധ്യമങ്ങൾ അന്നും അവരുടെ പേന ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ, ഈ നാടിനകത്തുള്ള പുരോഗമന പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. എന്തായിരുന്നു EMSനെ നോക്കി വിളിച്ചത്? ചട്ടാ വിക്ക നമ്പൂരി, നിന്നെ പിന്നെ കണ്ടോളാം. ഇപ്പൊ DYFIക്കാരെ നോക്കിയിട്ട് ഇപ്പൊ വിളിക്കാറുണ്ട്. നമ്മളെ തൊഴിലാളി സംഘടനകളെ നോക്കി, CITനെ നോക്കി വിളിക്കാറുണ്ട്. എന്താ നമ്മള് ചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു കൊടുക്കാറുള്ളത്? ലോകത്തിന് കേരള മാതൃക എന്ന ഉജ്ജ്വലമായ ഒരു മാതൃക സമ്മാനിച്ച ഭരണാധികാരിയെ നോക്കിയിട്ട് ചട്ടാ വിക്ക നമ്പൂരി, നിന്നെ പിന്നെ കണ്ടോളാന്ന് വിളിക്കാൻ മടിയില്ലാത്ത കൂട്ടത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഗൗരി, നീയൊരു പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പോയി കൂടെയെന്ന് മുദ്രാവാക്യം വിളിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്ത്രീകളെ നോക്കി അപഹസിച്ച് പറഞ്ഞ ആൾക്കാർ ഈ നാടിനകത്തുണ്ട്. സ്ത്രീ ആയാൽ പെണ്ണായാൽ വീട്ടിലിരിക്കണം, രാഷ്ട്രീയം പറയേണ്ടതായിട്ടില്ല, അവരൊക്കെ പുല്ലും പറിച്ച് പശുവിനെ നോക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് പറയുന്ന വലതുവാദികളെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കാണിച്ചു തന്നിട്ടുണ്ട്. AKGയെ നോക്കി വിളിച്ചിട്ടുണ്ട്. കാലൻ വന്ന് വിളിച്ചിട്ടും പോവാതെന്തേ ഗോപാല. അതായത് പാവങ്ങളുടെ പടത്തലവനെന്ന് ഈ നാട് അഭിമാനത്തോടുകൂടി അടിയാളപ്പെടുത്തിയ ഒരു നേതാവിനെ നോക്കിയിട്ട് കോൺഗ്രസുകാർ, വലതുവാദികൾ വിളിച്ചു, നിങ്ങൾക്കൊന്ന് പോയി ചത്തൂടെ. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ നേരത്തെ സഖാവ് അഭിലാഷിന്റെ കൊലപാതകത്തെ, രക്തസാക്ഷിത്വത്തെ പോലും അപകീർത്തിപ്പെടുത്തുന്ന അനുഭവത്തെ പറ്റി സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും പഴി കേൾക്കേണ്ടവരായി വിധിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആശയം മുറുകെ പിടിച്ചതിന്റെ ഭാഗമായി ജീവിതാവസാനം വരെയും പഴി കേൾക്കേണ്ടവരായിട്ട് അവര് പലപ്പോഴും മാറിയിട്ടുണ്ട്. എത്രയെത്ര അനുഭവങ്ങളുണ്ട്. എന്തായിരുന്നു അഴീക്കോടൻ സഖാവിന്റെ അനുഭവം? അഴിമതിക്കോടൻ എന്ന ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും പഴി കേൾക്കേണ്ടി വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേരാ അഴീക്കോടൻ സഖാവ്. അഴീക്കോടൻ സഖാവ് കണ്ണൂരിൽ ജനിച്ചു വളർന്ന പോരാളിയാണ്. കാണിച്ചു തന്നിട്ടുണ്ട്. ജീവനുള്ള കാലത്തോളം മറക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം കാഴ്ചകൾ ഈ ലോകത്തിന് സമ്മാനിക്കാൻ ദുരിതകാലത്ത് DYFIക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ കാഴ്ച? ഒരു രാവിരുണ്ട് പുലരുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് പോയ ജനതയെ നോക്കി വേദനിച്ച് അവരുടെ ദുരിതത്തിന്റെ കൂടെ നിൽക്കാൻ, അതിനെ താങ്ങാവാൻ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം തയ്യാറാവുന്നു. എന്നിട്ടോ ഒരു രാവിരുണ്ട് പുലരുമ്പോ, ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് നാളെ എഴുന്നേൽക്കാം, ജോലിക്ക് പോകാന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ലേ? ഉറപ്പായിട്ടും അങ്ങനെയാ നമ്മളൊക്കെ കിടന്നുറങ്ങുക. അങ്ങനെ ഉറങ്ങാൻ പോയ ഒരു കൂട്ടം മനുഷ്യരാ രാവിലെ ആവുമ്പോഴേക്കും മണ്ണിനടിയിലേക്ക് പോയത്. ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന്, ഇപ്പൊ SLCയുടെ അനുമോദനം വാങ്ങാൻ വരുന്ന കുട്ടികളുണ്ട്, ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് നാളെ ഹോംവർക്കും ചെയ്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളിൽ പലരുമാണ് മരിച്ചു പോയത്, കാണാതായത്. ഒരേ തൊഴിലെടുത്ത് നാളെ കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ തൊഴിലാളികൾ മണ്ണിനടിയിലേക്ക് പോകുന്നു. ഒരു ഫോൺ കോളിന്റെ അപ്പുറത്തിരുന്ന് നമ്മളോട് കുശലം പറഞ്ഞിരുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, എപ്പോഴെങ്കിലും കാണാമെന്ന് ഉറപ്പ് നൽകിയ മനുഷ്യരൊക്കെ പെട്ടെന്നൊരു ദിവസം മണ്ണിന്റെ അടിയിലേക്ക് പോകുന്നു. നമ്മള് വല്ലാതെ വേദനയോട് കൂടിയിട്ട് ആ വാർത്ത നോക്കി നിന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. ആ വാർത്ത കേട്ട സമയത്തും മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ വിടുപണിയെടുക്കാൻ തയ്യാറായി. സംഘപരിവാറിന്റെ ഉപദേശം തേടിക്കൊണ്ട് ഈ നാടിനകത്തുള്ള സർക്കാരിനെതിരെ തിരിയാൻ തയ്യാറായി. ഒരു രൂപ പോലും കൊടുക്കരുതേ. ദുരിതം നടന്ന് എങ്ങനെ ഈ മനുഷ്യരെ സഹായിക്കും? ജീവിതമാകെ പ്രയാസത്തിലായ ഉറ്റവരെ നഷ്ടപ്പെട്ട, മരിച്ചോ ജീവിച്ചോ എന്നറിയാതെ നിൽക്കുന്ന ഈ മനുഷ്യർക്ക് തങ്ങളാലാവുന്നത് വിധം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഒരു വാർത്ത കടന്നു വരുന്നു. ശീതീകരിച്ച മാധ്യമമുറിയിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ, മാധ്യമപ്രവർത്തകൻ പറയുന്നു, മനുഷ്യരെ നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കരുതേ, അറിയാതെ പോലും കൊടുക്കരുതേ എന്ന് പറയുന്നത് നാം കണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് ഇടത് വിരുദ്ധത മൂത്ത് ഈ കേരള വിരുദ്ധരായി, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് കേരള വിരുദ്ധരായി ഇക്കൂട്ടരെ മാറിയത് എന്നതിന്റെ ഉദാഹരണമായിരുന്നു അത്. നമ്മൾ മുദ്രാവാക്യം വിളിച്ചു. കഴിഞ്ഞ ആഴ്ചയും എന്താ വിളിച്ചത്? നമ്മൾ പറഞ്ഞു
വയനാടും ഇന്ത്യയിലാണ്, വയനാട് ജീവിക്കുന്ന ഇന്ത്യയിലാണ്, കേരളവും ഇന്ത്യയിലാണ്, ഞങ്ങളും മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് മുദ്രാവാക്യം വിളിച്ചു. കാരണം രാജ്യത്തിന്റെ സർക്കാർ ദേശീയ ദുരന്തമായി ഈ രാജ്യം കണ്ട സമീപകാലത്തെ മഹാദുരന്തത്തെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാവാത്ത പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമായിട്ട് നമ്മൾ പോയി. ഞാൻ ആ വശത്തിലേക്ക് പോകുന്നത് നമ്മൾ ഒരുപാട് സംസാരിച്ചു. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടൊരു വസ്തുതയുണ്ട്. ഒരുപക്ഷെ ഞാനിത് പറയുന്നത് വരെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയാൻ സാധ്യതയുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ 1 മണിക്കൂറിൽ മേലെ ആ വിഷയം ചർച്ച ചെയ്തിരുന്നില്ല. ഒരു ദിവസം രാവിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ചാനൽ ഒരു തെളിവ് പുറത്തേക്ക് വിടുകയാണ്. ആ തെളിവ് എങ്ങനെയായിരുന്നു? കോൺഗ്രസ് എന്താണെന്ന് തിരിച്ചറിയുന്ന തരത്തിലേക്കുള്ള തെളിവ് സമീപകാലത്ത് പുറത്തിറങ്ങി. തെളിവ് ഇങ്ങനെയായിരുന്നു. സഭയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ചോദ്യം: വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ എംപിമാർ എത്ര തുക വിനിയോഗിച്ചു? കീശയുടെ പണല്ല, MP ഫണ്ട് എത്ര വിനിയോഗിച്ചു? സ്വാഭാവികമായിട്ടും നമുക്കറിയണല്ലോ ജനപ്രതിനിധികൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന്റെ ഉത്തരം തെളിവ് സഹിതം, വിവരാവകാശ രേഖയിലൂടെ തെളിവ് സഹിതം പുറത്തേക്ക് വന്നു. ഒരു മാധ്യമം അത് പുറത്തുവിട്ടു. ദൗർഭാഗ്യവശാൽ 1 മണിക്കൂർ വരെ മാത്രമേ ആ വാർത്തക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു തെളിവ്? കേരളത്തിൽ നിന്ന് എത്ര കോൺഗ്രസിന്റെ എംപിമാരെ വിജയിച്ചു എന്ന് ഞാൻ പറയണ്ട. ഇടതുപക്ഷ എംപിമാര് തോൽക്കുമ്പോ പരിഹസിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. രാധാകൃഷ്ണൻ മലയാളത്തിൽ പ്രസംഗിച്ചത് കേട്ട് പരിഹസിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. നിങ്ങള് എന്ത് ചെയ്യാനാ പാർലമെന്റിൽ പോയിട്ട് എന്ന് ചോദിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. എന്നാ കോൺഗ്രസ് എന്താ ചെയ്തത്? എന്താ കോൺഗ്രസ് ചെയ്തത്? ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കോൺഗ്രസുകാരുണ്ടെങ്കിൽ എന്താ ചെയ്തത് എന്ന് സ്വയം പരിശോധിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളിൽ രണ്ടേ രണ്ട് പേർ വയനാടിനെ സഹായിക്കാൻ MP ഫണ്ട് വിനിയോഗിക്കുന്നു. പോക്കറ്റിലെ പൈസയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് എടുക്കണ്ട, കുടുംബത്തിൽ നിന്ന് എടുക്കണ്ട, വിനിയോഗിക്കേണ്ട ജനപ്രതിനിധികളുടെ ഫണ്ടിൽ നിന്ന് 2 പേരാ വയനാടിനെ സഹായിക്കാൻ തയ്യാറായത്. നോക്കണം, ഇടത് വിരുദ്ധത മൂത്ത് കേരള വിരുദ്ധരായി കോൺഗ്രസ് മാറിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. കോൺഗ്രസിന്റെ ചരിത്രം ഞാൻ പറയേണ്ട. അടിയന്തരാവസ്ഥ തൊട്ട് ഇങ്ങോട്ട് സംഘപരിവാറിന് നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് അടിത്തറ പാകിയവരാ കോൺഗ്രസ്. വീട്ടില് മുതിർന്നവരുണ്ടെങ്കിൽ, പ്രായമായവരുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയെ പറ്റി വെറുതെ ഒന്ന് ഈ കാലത്തെ യുവാക്കള്, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളൊന്ന് ചോദിച്ചാൽ മനസ്സിലാകും. ഞങ്ങളൊക്കെ അതറിയാൻ തയ്യാറായി വരുന്നവരാ. എന്താ അടിയന്തരാവസ്ഥ എന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ അതിലേക്ക് വരാം. ഈ വാർത്ത പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായിരുന്നു ചർച്ച ചെയ്യേണ്ടത്? കേരളം സമീപകാലത്ത് കണ്ട വഞ്ചനയെ പറ്റിയില്ലേ ചർച്ച ചെയ്യേണ്ടത്? ആത്മരോഷം കാണിക്കണ്ടേ? കേരളത്തിലെ മലയാളികളെ വഞ്ചിച്ച കോൺഗ്രസിനെ വിരൽ ചൂണ്ടി ഒന്ന് വിമർശിക്കാൻ, ചോദ്യം ചോദിക്കാൻ മാധ്യമങ്ങൾ സമയം ചെലവഴിക്കണ്ടേ? എന്താ ചെയ്തത്? ഞങ്ങൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു അന്നത്തെ ഒരു മാധ്യമത്തിന്റെ വൈകുന്നേരത്തെ ചർച്ച കണ്ടിട്ട്. ചർച്ച ഇങ്ങനെയായിരുന്നു. 7 മണി ചർച്ചയാണ്. പാനലിൽ 4ഓളം പ്രതിനിധികളുണ്ട്. ചർച്ചയുടെ വിഷയം: വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഉപയോഗിച്ച ബാഗ് ഏത് കമ്പനിയുടേത്? നമുക്ക് വല്ലാതെ അമ്പരപ്പ് തോന്നും. കേരളം കണ്ട ഒരു അമ്പരപ്പിനെ പറ്റി, വഞ്ചനയെ പറ്റി ചർച്ച ചെയ്യേണ്ടവരൊക്കെ ഇടത് വിരുദ്ധത കൊണ്ട് എന്തും പറയാൻ മടിയില്ലാത്തവരായി മാറുന്നു. വീണ ജോർജിന്റെ ഹാൻഡ് ബാഗിന്റെ കമ്പനിയെ പറ്റിയ അന്ത്യചർച്ച നടക്കുന്നത്. ഇങ്ങനെ കേരളം വലതു മാധ്യമങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലത്താണ് നാം രാഷ്ട്രീയം പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലായ്പ്പോഴും നമ്മുടെ പ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുന്നു. ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെ അപകീർത്തിപ്പെടുത്താൻ ഇക്കൂട്ടർ തയ്യാറായിട്ടുണ്ടായിരുന്നു. കേരളം കണ്ട വർഗീയ വിഷജന്തുവായിട്ടുള്ള സുരേന്ദ്രൻ ഉൾപ്പെടെ പറയുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? എന്താ ഈ ഡിവൈഎഫ്ഐക്കാർ ചെയ്യുന്നത്? ജനറൽ ആശുപത്രിയിൽ തീറ്റ മത്സരം സംഘടിപ്പിക്കുന്നതോ? ഇങ്ങനൊരു വർത്തമാനം പറഞ്ഞിരുന്നു കുറച്ച് വർഷം മുമ്പ്. ഡിവൈഎഫ്ഐക്കാർ തീറ്റ മത്സരം സംഘടിപ്പിക്കുന്നു. ലോകത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ അഭിമാനത്തോടു കൂടി റിപ്പോർട്ട് ചെയ്ത പദ്ധതിയെ പറ്റി, പ്രവർത്തനത്തെ പറ്റിയാ പറഞ്ഞത്, വർഗീയവാദികൾ പറഞ്ഞത്. എന്നാൽ കേരളത്തിന്റെ മലയാളികൾ അതിന് മറുപടി കൊടുക്കുന്നതിന് നാം സാക്ഷിയായി. എന്താ കൊടുത്ത മറുപടി? ഡിവൈഎഫ്ഐ അല്ല, ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുത്ത മറുപടി. അതായത് തീറ്റ മത്സരം എന്ന് നിങ്ങൾ അപഹസിച്ച ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, പൊതിച്ചോറ്, ഉച്ചഭക്ഷണ പദ്ധതി, സർക്കാർ ആശുപത്രിയുടെ വരാന്തക്കപ്പുറത്തുകൂടി, ജനലിനപ്പുറത്തുകൂടി 1000ഓളം പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐയുടെ വാഹനം വരാൻ കാത്തു നിൽക്കുന്ന ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുമെന്ന് സാധാരണക്കാര് മറുപടി കൊടുത്തു. ആ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ ഞങ്ങള്. ആ ഭക്ഷണത്തിൽ കല്ലെറിയാൻ നിങ്ങൾ കടന്നു വരേണ്ട വർഗീയവാദികളെ എന്ന് പറയാൻ ഈ നാട്ടിലെ സാധാരണക്കാര് തയ്യാറായ അനുഭവമുണ്ട്. പിന്നെയും എത്ര അനുഭവം. പൊതുപ്രസ്ഥാനത്തിന്റെയും CITയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രിയപ്പെട്ട സഖാവ് KT അഭിലാഷിന്റെ
ഓർമ്മകൾ ആത്തിരമ്പുന്ന ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ ഓർമ്മകൾ അതിപ്പോഴും ഉജ്ജ്വലമായി നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ വൈകിയ വേളയിലും ഈ അഭിലാഷിന്റെ ഓർമ്മ ദിനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ, പൊതുജനങ്ങൾ. RSS എല്ലാ കാലത്തും തെരഞ്ഞെടുത്ത് വേട്ടയാടുക ഒരു പ്രദേശത്ത് ഏറ്റവും കാര്യക്ഷമതയോടെ ഏറ്റവും ജനകീയമായി ഇടപെടുന്ന സഖാക്കളെ തെരഞ്ഞുപിടിച്ചില്ലാതാക്കുന്ന ഒരു രീതി RSS പിന്തുടരുന്ന ഏറ്റവും വലിയ അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ തെളിവാണ്. അതുകൊണ്ടാണ് അഭിലാഷിനെ പോലെയുള്ള ഒരു കാലത്ത് ഈ നാട്ടിലെ യുവാക്കളെയെല്ലാം പുറത്തിറക്കിക്കൊണ്ട് ഈ നാട്ടിലെ മഹത്തായ മാനവികതയെ മുറുകെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി ഇവിടെ പ്രവർത്തിച്ചിരുന്ന ആ സഖാവിനെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഈ പ്രദേശത്തെ കെട്ടുറപ്പും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതകളെല്ലാം തകർക്കാമെന്ന് വിചാരിച്ച RSS ഇവിടുത്തെ സംഘപരിവാരം, പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. കാരണം ഇന്ന് ഈ പ്രദേശത്ത് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പ്രദേശത്ത് ഒരു രക്തമാവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യമായി വിളിക്കുക ഒരിക്കലും RSSകാരനെയല്ല, ഇവിടുത്തെ വലതുപക്ഷത്തെയല്ല, ഇവിടുത്തെ DYFIക്കാരെയാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുക ഇവിടുത്തെ DYFIക്കാരാണ്. അതുകൊണ്ട് അത്തരമൊരു കൊലപാതകത്തിലൂടെ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മറുപടി കൊടുത്തത് അത്തരത്തിൽ വലിയ വലിയ തിരിച്ചടികളിലൂടെയല്ല, മറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഈ നാട്ടിലെ പൊതുജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവരുടെ ഇടയിൽ ഏറ്റവും വലിയ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേരുവാൻ, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അണിനിരക്കുവാൻ 1000 ചെറുപ്പക്കാർ ഉയർന്നു വന്നു. ആ 1000 ചെറുപ്പക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വർഗീയതയല്ല, അത്തരത്തിലുള്ള കലാപ നീക്കങ്ങളല്ല, വിഭാഗീയതയല്ല, മറിച്ച് ഇവിടെ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും, തൊഴിലാളികളെയും, കർഷകരെയും, വിദ്യാർത്ഥികളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയ മഹാപ്രസ്ഥാനമായി ഈ അഭിലാഷിന്റെ പ്രസ്ഥാനം ഇവിടെ നെഞ്ചും വിളിച്ച് തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഭിലാഷിന്റെ ഓർമ്മകൾ 20 വർഷങ്ങൾക്ക് ഇപ്പോഴും ആ അഭിലാഷിന്റെ ഓർമ്മകൾ ഏറ്റെടുത്തുകൊണ്ട് ചിരസാവഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനവുമായിട്ട്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഉറപ്പാണ് ഈ അഭിലാഷിന്റെ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾക്ക് തരുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മ ദിനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഖാക്കൾക്കും DYFI വൈപ്പിൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുന്നു. ഒരു രക്തസാക്ഷി ദിനവും കൂടി കടന്നു പോകുന്നു. ഈ വേളയിൽ പറയാനുള്ളത് സഖാവിന് മാത്രമേ അവർക്ക് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ, സഖാവിൻ്റെ ആശയങ്ങളല്ല. അതുപോലെ തന്നെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ DYFI പള്ളിപ്പുറം മേഖല പ്രസിഡന്റ് സഖാവ് അമൽരാജ്, ഇന്ന് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് MC, നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി AP പ്രവീൺ, പള്ളിപ്പുറം ലോക്കൽ സെക്രട്ടറി AK ഗിരീഷ്, DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി KV നിജി, ബ്ലോക്ക് പ്രസിഡന്റ് NS സൂരജ്, CITയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഖാവ്, അതുപോലെ തന്നെ ഈ യോഗത്തിൽ SSC ഉന്നത വിദ്യാഭ്യാസം നടത്തിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യോഗത്തിലും പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹകരണത്തിൽ ഒറ്റവാക്കിൽ നിർവഹിക്കുന്നു.